മുതലാളി, 2 ദുർഭൂതങ്ങൾ വന്ന് കയറിയിരിക്കുന്നു. DMO ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ. അയ്യോ ദൈവമേ, ഇന്നറിയാം നമ്മുടെ ഫാക്ടറിയുടെ ഭാവി. DMO എന്തിനു വന്നതാണ് മുതലാളി? DMO പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ്. പരിസ്ഥിതി മലിനീകരണം എവിടെ? അവിടെ ഉണ്ട്. പറഞ്ഞ സാർ, അകത്തോട്ട് കയറി ഇരിക്കാം. ഇരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം? എന്ത് പറ്റി സാർ? ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ? ഈ വാതിൽ നോക്കണം. അകത്തോട്ടല്ല, പുറത്തോട്ട് വേണോ അത് തുറക്കാൻ? അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത? ന്യായം ചോദിക്കണ്ട, നിയമം നിയമമാണ്. അപ്പൊ വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ്? അത് അപ്പപ്പ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ. എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ലെന്നോ? സാർ, ഇവിടെ ഞങ്ങൾ റോഡ് കയറി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കും. തൊട്ടടുത്തല്ലേ പുഴ? പുഴയിലേക്ക് ഒഴുക്കുക, എന്നിട്ട് വേണം ജനങ്ങളുടെ കുടിവെള്ളം വൃത്തികളാവാൻ. സാർ, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തികെട്ട വേസ്റ്റ് വരാനാ സാർ? അത് താനാണോ തീരുമാനിക്കാൻ? സാർ, പാൽപ്പൊടി, മാവ്, പഞ്ചസാര, സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ്. അതുകൊണ്ട് കാര്യമില്ല. പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ്. അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ചുറ്റുപാടും പടരും. ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും. സാർ, പഞ്ചാര, ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ്? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. 2 അടി വ്യാസമുള്ള പൈപ്പിട്ട മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം. സാർ, കടൽ 6 കിലോമീറ്റർ ദൂരെയാണ് സാർ. അവിടെ വരെ പൈപ്പിട്ടാ മതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ? ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട, പറയുന്ന അനുസരിച്ച് ഞാൻ ചോദിക്കും. ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല. കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ്. സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല. അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നന്നാവാൻ പാടില്ല. അതല്ലേ കാര്യം? താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ? സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട. എവിടോ പൂച്ചപ്പര, എവിടോ തീയണയ്ക്കാനുള്ള സംവിധാനം? ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിടം ഇടിച്ചു പൊളിച്ചു കളാം സാർ. ഷട്ടപ്പ് ഡോക്ടർ, നമുക്ക് പോവാം. ഇവൻ ഫാക്ടറി തുടങ്ങി. പൊന്നു സാറേ, ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയാവൂ. നാട് മുഴുവൻ കടവാ. സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് കൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ. ഇവിടെ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മടുത്തു സാർ. നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെയും വാതിക്കെ കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി. തന്റെ കഥന കഥ കേട്ട് കരഞ്ഞ് കവിത എഴുതാൻ വന്നല്ലേ ഞങ്ങള്. ഇയാളോട് ഫാക്ടറി തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ? ഇല്ല സാർ, എനിക്ക് തന്നെ പറ്റിയൊരു അബദ്ധമാണ് സാർ. നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം സാർ? എടോ, താൻ ഓഫീസിൽ വന്നപ്പോ 1 ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? അതിന് പണം വേണ്ട സാർ. പണമില്ലാത്തവൻ കക്കാൻ പോണോടോ. ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. വാ പോവാം. സാർ, DMO സാർ. സാർ, സാർ, ഞാൻ സാർ, ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. അവൻ എവിടെടാ? ആ സേതു വിഷം വാങ്ങിക്കാൻ പോയി. വിഷം വാങ്ങിക്കാൻ? കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ എന്റെ പണം? ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ. പ്രേമൻ ഇവിടെ വന്നോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രേമ, ഇയാള് വലിയ ഭംഗിയൊന്നും വരുത്തണ്ട, ഇതൊന്ന് എളുപ്പം തീർത്ത് തന്നാ മതി. ഇപ്പൊ അങ്ങനെ പറയും. പിന്നെ വല്ലവനും ഒന്ന് പണിക്ക് കുറ്റം പറഞ്ഞാ സാറ് അവരുടെ കൂടെ കൂടും. അയ്യോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലേ. പ്രേമ, ഞാൻ റെഡി മുതലാളി. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്നു. കണ്ടാൻ പോയിരിക്കാ. വണ്ടിയുടെ ഏത് വണ്ടി? ഏത് വണ്ടിയെന്നോ? ആ അതെ, ഏത് വണ്ടി തന്നെ ചോദിച്ചത്. വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ. ഡീസൽ അടിച്ചില്ലേ? ആരടിക്കാൻ, എങ്ങനെ അടിക്കാൻ? ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ഓടിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ. അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നത്. ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോ ഒരു മണ്ണാങ്കട്ടയും കിട്ടില്ല. കേറണോ? ഈ സ്ഥലത്തൂടെ പോയാ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം. ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, അതൊരു പുഴയാണ്. അവിടെ പോയിട്ട് കാര്യമില്ല. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ സാർ, ആ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാർ, സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് 3 ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല. കനാലോട്ടാണുള്ള സ്ഥലം എടുപ്പിന് തഹസിൽദാർ ഒരു ദിവസം. സാറിന്ന് വരാൻ പറഞ്ഞാ എനിക്കത് കിട്ടിയിട്ട് വേണം KFC പോവാൻ.
ഓ താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. സാർ തരാമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സാർ പ്ലീസ്. എടോ നാരായണൻ പേരെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. നാരായണൻ പേരെ ഓ ഒരാവശ്യത്തിന് വിളിച്ചാ കാണേ ഇയാൾ കടന്നു പോടോ. മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടൂ. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നുമില്ല. എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ. പക്ഷെ പഴഞ്ചൊല്ലി സ്വന്തമായിട്ട് അഭിപ്രായം അല്ല ഇവിടെ പറടാ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ. കൊടുക്കാം, പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം. പറ്റുമോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സാർ കയറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം വെളുക്കുമ്പോ കയറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക. എന്ന് വെച്ചാ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? ആരാവിടെ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. അങ്ങനെ ശരി കൊണ്ട് പോണ്ട. എന്താണോ അവന്റെ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ ഇനി കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ ആ പറഞ്ഞത്? പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാമെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഈ പ്ലാൻ എവിടെ? സാർ, അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത് ശരിയായിട്ട് ഇവിടെ എന്റെ KFC ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടുവരാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ, ആളെ ഇളക്കല്ലേ. എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കുമോ? എങ്ങനെ ഇറങ്ങണോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. താൻ ഇറങ്ങിക്ക്, ഇറങ്ങണോ പുറത്ത്? എടാ, ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. SSLCക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. ആഹാ. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അയാൾ ഒറ്റയ്ക്കാ? അല്ല, ആ ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ചവിട്ടി നിർത്തേ 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 ഞെട്ടിച്ചിടണം അവനെ. നിർത്തേ അവിടെ നിർത്തണം, നിർത്തണം. ക്ഷീണിച്ച മോനെ ചവിട്ടിയിട്ട് ഇതാര് പീതാംബരൻ ചേട്ടനാ? എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്ത് ചേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. അല്ല, വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കുറെ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോ തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാനല്ലേ താൻ? അല്ലേ അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക? പറഞ്ഞ വാക്കിന് വരെ വേണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താനൊരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞു. അല്ല, അന്ന് 3 മാസമാ പറഞ്ഞത്. അല്ല 3 ദിവസം എന്ത് ചെയ്യും? ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നോക്കി ഇവനെ കൊണ്ട് കക്കുണ്ട് നിർത്തടാ. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത് കേട്ടാ. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ടേ
ഒന്നുമില്ല, നമ്മുടെ ഭർത്താവായാണ്. ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. അലുവും ലഡുവും ഒക്കെ ഉണ്ടല്ലോ, കള്ള മുമ്പിൽ വെച്ചിട്ടല്ലേ തിന്നേണ്ടത്. ഞാൻ പോവാന്ന്, നീ വിട്. കൊല്ലും ഞാൻ പെരയടക്കം ചെയ്തേക്കും ഞാൻ. പന്നി. അളിയാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു, അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോന്ന് എനിക്കൊരു സംശയം. എടാ ദ്രോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയനെ അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേരിലുണ്ട് കേസ്. അയ്യോ, ഞാൻ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ വിടാം, പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്. അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരം കാണാനാ നിൽക്കുന്നത്? മനുഷ്യന്റെ വിശക്തി വല്ല നക്കാൻ വിളമ്പി എടി. അളിയന്റെ ചോട്ടോടി. അളിയാ, അളിയാ, എടി കുറച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പം, ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടുവന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി വെറുതെ വഷളാക്കരുത്. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുവളിയാ. നീ പോ. ഉപദ്രവിക്കരുത്. ഒന്നിങ്ങി വന്നേ, ഇനി വന്നേ. അത് അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയന് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. 10-600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്? നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ. അളിയ, അത് ആശയ്ക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടേ ചെയ്. ഇല്ലേ അകത്ത് കിടക്കട്ടെ. വെള്ളം തിളച്ചോടി. എന്തായി? മൂസക്കുട്ടി ആ ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം. മുതലാളി വന്നാട്ടെ, പറ്റില്ല ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം. ചേച്ചി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു. നീ ഓർത്തു, പക്ഷെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ. സാർ, SI സാർ. ഞാൻ കുറച്ചു നേരം എവിടെയാണ്? സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി. ഞാൻ ഇനിയും കുടിക്കും, പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ. അയ്യോ, സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. ഐസ്ക്രീം സാർ, ഓക്കേ. ഓ, എടോ, പോലീസുകാര് മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ. അയ്യോ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ്. എങ്കിൽ നമുക്ക് പോവാം.
തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ രക്ഷിക്കും. കൊലക്കുറ്റമാണേലും ഞാൻ രക്ഷിക്കും. കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാ. പിടിച്ചോ. ഉറങ്ങിയില്ല ഇതുവരെ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ? അയ്യോ, ഞാൻ ഭക്ഷണം കഴിച്ചു. എന്തേ, സുലൊന്നും കഴിച്ചില്ല? ഞാൻ കാത്തിരിക്കുന്ന സേതുവേട്ടന് അറിയാമായിരുന്നിട്ടും ഇന്നെങ്ങനെ വേണ്ടി വന്നു? ശരി, ഞാൻ കൂട്ടിരിക്കാം. സുലു വന്ന് കഴിക്കാം. വേണ്ട സേതുവേട്ട, എന്റെ വയറ് നിറഞ്ഞു. നീ ഇങ്ങനെ തുടങ്ങിയല്ലോ സുലു. വന്നേ, ഞാൻ വിളമ്പി തരാം. വരാൻ വാ. ഇരിക്കേ, ഞാൻ വിളമ്പി തരാം. വേണ്ട, ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എങ്ങനെയൊന്നുമല്ല. ഏട്ടനെല്ലാം മറന്നോ? ഇല്ലാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാലത്ത് ഞാൻ വിളിച്ചിട്ട് സേതുവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ല. നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു? ഉവ്വ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം. ഏട്ടൻ അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി? ഇല്ല. ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. മറന്നാളെ ഞാൻ എന്തിനു ഓർമ്മിപ്പിക്കണം? നീ ഒരുപാട് വക്കീലന്മാരെ പോലെ സംസാരിക്കരുത് കേട്ടോ. ഇന്നെന്താ ISS ഓർമ്മ വന്നു. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ? അല്ല, ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം. എന്നെ കൂടെ കുഴിയിട്ടൊക്കെ മൂട്. ഇതിലും ഭേദം അതാ. സേതുവേട്ടൻ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ദാ ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത്. പണ്ടൊക്കെ സേതുവേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുവേട്ടനായിരുന്നില്ലേ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ട. സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ. ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല. പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലല്ലോ, അടുത്തതിനെ ഓർമ്മിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല. അത് നിന്റെ കുഴപ്പമല്ല, പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കുഴപ്പ. പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ, ഞാൻ വേണ്ട, അതും നിനക്ക് മനസ്സിലാവില്ല. എന്നാ ഞാനിനി പോട്ടെ. മുതലാളി അന്വേഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പുറകെ നടന്നാൽ നാടും വീടും കുടിയൊന്നുമില്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ വലിയ തറവാട്ട് മഹിമ ആഢ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കളിയാക്കാണോ? സാറൊരു വണ്ടിയുമായി പുറകെ വന്നു, എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി. ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിയിലോട്ട് മറിയും. എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഇനി നിശ്ചയത്തിനുള്ളൊരു മുഹൂർത്തം നോക്കണം. അത് നാളെ തന്നെ ജോത്സ്യരെ കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം. നിശ്ചയത്തിന് അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളൂ അല്ലേ? എന്താ അത്ര സംശയം? ഞങ്ങള് കുടുംബക്കാരാ. മുരുക്കം വീട്ടുകാർ പറഞ്ഞ മാതിരി ചെയ്യുന്നവരാ. എന്നാ ഞങ്ങളിനി വൈകുന്നില്ല. 11:45 ബസ്സുണ്ട്. വരട്ടെ? ശരി. അല്ല, ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ. അതിനെന്താ? അതിനെന്താ മാങ്ങാ തൊലി. ഇത് താവഴി സ്വത്താണല്ലോ. അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടിന് അവകാശമുണ്ട്. രാജേഷ് മൈനറാണ്, ഒപ്പ് വേണ്ട. രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ? മനസ്സിലായില്ലേ? രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, അമ്മാവന്റെ മോള്. ദോ മഞ്ഞ സാരി. അത് ഇടദ്ദേഹം നമ്മളെല്ലാരും കൂടെ ആശയുടെ പേരിലും കൂടെ എഴുതി വച്ചാ മതിയല്ലോ. അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ? സുഗത, രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല.
അറിയാലോ. ഓ ധ്വനി മനസ്സിലായി. എടാ ചെറ്റേ, സ്ത്രീധനമായിട്ട് നനയ്ക്കാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാടാ കിടന്ന് ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച്? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 12 അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ. അല്ലാതെ നടത്താൻ ഞങ്ങൾക്കറിയാം. നിനക്ക് കാണണോടാ? കാണണോടാ? എന്ത് ഒന്നുകൂടെ മാറി നിൽക്ക്. എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വച്ചിട്ടുണ്ട്. വടക്കേ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂരാണ്. ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം. സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു. പള്ള നിറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസ്തനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടടാ എനിക്ക്. ആ വഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. താ വഴി പ്രകാരമാണോ തന്ത വഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. എന്നാ നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ അച്ചറ്റെ. എന്നാ പിന്നെ വാങ്ങിച്ചോ. ഞങ്ങളുടെ വീതം തരാതെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഇവിടെ ചോരക്കള എങ്കി ആ ചോര നിന്റേതായിരിക്കടാ. എന്താ മോളെ? എനിക്ക് കല്യാണം വേണ്ട ചേട്ടാ. ഞാൻ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഭാരമാണെന്ന് അറിഞ്ഞില്ല. എന്നെ ചൊല്ലിയല്ലേ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായത്. അല്ല, കുറെ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം. നീ കരയണ്ട മോളുടെ ചേട്ടനല്ലേ പറയുന്നത്. എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ.